ഓ നമോ നാരായണായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം വിഷ്ണവേ നമ ഓം മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പൂ ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും കർദമദേവഹൂതിക്കായി സുപുത്രനായി ആത്മതത്വം നൽകി ലോകഹിതാർത്ഥമായി മാനവമുക്തിക്കായി പാലകൻ ശ്രീഹരി സാഖ്യം പറഞ്ഞ കപിലമൂർത്തേ നമ. നമ്മൾ കപിലോപദേശം ആദ്യത്തെ ഭാഗം പറഞ്ഞു. അവിടെ ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ആദ്യം പറഞ്ഞു. എന്തിനെയാണ് സ്വീകരിക്കേണ്ടത്, എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊക്കെ ഇപ്പോൾ ബ്രാഹ്മണർക്കുള്ളതല്ലേ, അല്ലെങ്കിൽ ജ്ഞാനമുള്ളവർക്കുള്ളതല്ലേ എന്ന് ചോദിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ എന്താ ചെയ്യുക, ശൂദ്രന്മാർക്ക് ഇവർക്കൊക്കെ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല എന്നാ. എല്ലാവരും സ്റ്റാറ്റസിൽ അവരവരുടേതായിട്ടുള്ള അതിൽ നിൽക്കും. പക്ഷേ ഈശ്വരോപാസനയ്ക്ക് ഇത് തടസ്സമല്ല. അവരവരുടെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ ഉണ്ടാക്കിയത്. അവർ അതിൽ തന്നെ നിൽക്കണം, ആ പ്രവൃത്തി ചെയ്യണം. അതും ഈശ്വരോപാസനയായിട്ട് ബന്ധപ്പെടുത്തണ്ട. അവർ ചെയ്യുന്ന പണിയാണ് ഈശ്വരോപാസന എന്ന് കണക്കാക്കാറാവണം. അതിനാണ് ഭഗവാൻ ഊന്നൽ കൊടുത്തത്. ഇപ്പം നമ്മൾ മാറി നിൽക്കണു, ബ്രാഹ്മണർ കേമായിട്ട് ചെയ്യണു, അങ്ങനെയല്ല എന്നർത്ഥം. ബ്രാഹ്മണർക്ക് ഇത് ചെയ്യാറാവണം വെച്ചാൽ ശൂദ്രൻ അടിച്ചൂരി വൃത്തിയാക്കിയിട്ട് വേണം. സംഭാരങ്ങളൊക്കെ വൈശ്യൻ കൊണ്ടുവരണം. ഇതിൻ്റെ രക്ഷകളൊക്കെ ക്ഷത്രിയൻ ചെയ്യണം. അപ്പോഴേ ബ്രാഹ്മണൻ ഈ പൂജ ചെയ്യാൻ പറ്റൂ. ബ്രാഹ്മണൻ മീതെ ശൂദ്രൻ താഴെ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. അപ്പോൾ ആദ്യമേ തന്നെ അമ്മയോട് പറഞ്ഞത് അതാ. അമ്മയ്ക്ക് ഈ സംശയം എന്തായാലും വേണ്ട കേട്ടോ. വേദത്തിൽ വിധിച്ച ആ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയാണ്. അതാണ് അത്. സ്വകുല ആചാരങ്ങൾ ധാർമ്മികമായിട്ട് ചെയ്യുക, ശീലമായിട്ട് ചെയ്യുക, അത്രയേ വേണ്ടൂ. അത് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. കുകർമ്മവും ചെയ്യണ്ട, നിഷിദ്ധ കർമ്മവും ചെയ്യണ്ട, ശിക്ഷാർഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. അന്യകർമ്മം ചെയ്യരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടേ. അപ്പോൾ അത് സ്വകർമ്മം അത് അനുഷ്ഠാനമായിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ടത് മുഴുവനും ചെയ്യണം. കർമ്മം ചെയ്യണ്ടെന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കർമ്മത്തിൽ നിന്നും നമ്മൾ മോചിതരാവണം എന്നേ പറഞ്ഞുള്ളൂ. ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജ്ഞാനം ഭഗവാനാൽ തരപ്പെടും. അത് ഭഗവാൻ തരും. നമ്മൾ കർമ്മങ്ങളിൽ പെട്ടതാണല്ലോ ഇന്ദ്രിയങ്ങളിലൂടെ പലതും. കണ്ണുകൊണ്ട് കാണുന്നത് കർമ്മമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് കർമ്മമാണ്. അപ്പോൾ കാണുന്നത് ഭഗവാനെ ആവുക, കേൾക്കുന്നത് ഭഗവത് കഥകളാവുക എന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ണുകൊണ്ട് ചെയ്യേണ്ടത് കണ്ണുകൊണ്ട് ചെയ്യുന്നേ വേണം. നോക്കി വായിക്കുകയാണ്. അപ്പോൾ നോക്കി വായിക്കുമ്പോൾ ഇപ്പോൾ വായിക്കലാണ് ജോലി. അപ്പോൾ ആ വായിക്കാൻ ആ സമയത്ത് അതാണ് ഭഗവാൻ എന്ന് കണക്കാക്കണം. എന്താ വായിക്കണമെന്ന് നോക്കണ്ട, അത് ഭഗവാനാണെന്ന് കണക്കാക്കുക. കേൾക്കൽ അതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവത്പരമാക്കി തീർക്കുകയാണ് വേണ്ടത്. ആ വ്യത്യാസം വരുത്തണ്ട. ജോലി സംബന്ധമായിട്ട് വരില്ലേ നമുക്ക്. ഇപ്പോൾ വായിക്കുകയാണ്, ടി വിയിൽ ന്യൂസ് വായിക്കുകയാണ് എന്ന് കൂട്ടുക. അവിടെ വായിക്കലൊരു കർമ്മമാണ്. ആ കർമ്മം അത് ഈശ്വരോപാസനയാണ്. അങ്ങനെ കണക്കാക്കാറാവണം. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ കർമ്മം ഈശ്വരോപാസനയാണ് എന്ന് കണക്കാക്കാറാവണം. അതിൽ നമ്മൾ വിവേചനം കാണിക്കണ്ട. ഞാനിത് ഇങ്ങനെ അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ സാത്വികത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളാൽ പറ്റുന്നത് ചെയ്യുകയും വേണം. അപ്പോൾ എല്ലാ പ്രവൃത്തികളും ഈശ്വരോന്മുഖമാക്കി തീർക്കുക. ഇപ്പോൾ നമ്മൾ കൈക്കോട്ട് കളിക്കുന്ന ആളാണ്. അവിടെ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങളുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പാടില്ലല്ലോ ശരിക്ക്. കാരണം അതിൻ്റെ മണം വരും, തൊലിയെ ബാധിക്കും, മൂക്കനെ ബാധിക്കും. അപ്പോൾ അതിനെ ശുദ്ധീകരിക്കാനാണ് പോണത്. അപ്പോൾ അതാണ് ഈശ്വരോപാസന. ഇങ്ങനെ ഈശ്വരോപാസനയായിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോഴാണ് ആ പ്രവൃത്തിയുടെ സദ്ഫലം കിട്ടുക. മാലിന്യത്തെ അവിടെ ഇല്ലാണ്ടേക്കുക, ഒന്നെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ടിട്ട്.
അതല്ല അതിനെ കത്തിക്കാൻ പറ്റിച്ച കത്തിച്ചിട്ട്, വെള്ളത്തിൽ ലയിപ്പിക്കേണ്ടതിനെ വെള്ളത്തിൽ ലയിപ്പിക്കുക, വായുവിൽ ലയിപ്പിക്കേണ്ടതിനെ വായുവിൽ ലയിപ്പിക്കുക. ഇങ്ങനെ മാലിന്യങ്ങളെ മുഴുവൻ ഇല്ലാണ്ടേക്കുക. അപ്പോൾ അതൊരു ഈശ്വരോപാസനയാണ്. ഇങ്ങനെ ഓരോന്നും കൈകൊണ്ട് എടുക്കുന്ന പരിചര്യകൾ ഈശ്വരോപാസനയാവണം. കാല് കൊണ്ട് നടക്കുന്നത് ഈശ്വരോപാസനയാവണം. ഇങ്ങനെയെല്ലാം. ആഹാരം നേരിച്ചതേ കഴിക്കൂ, അങ്ങനെയാവണം. അപ്പോൾ ഈ നിഷിദ്ധമായിട്ടുള്ള ആഹാരത്തെ സ്വീകരിക്കരുത്. പഴകിയതായാലും ശരി, ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള അനവധി ആഹാരങ്ങളുണ്ട്, അതിനെയൊക്കെ ഉപേക്ഷിക്കുക. അത് അങ്ങനെ ആയാലാണ് ഭക്തി വരിക. നിഷ്കാമ കർമ്മം ചെയ്താലേ നിഷ്കാമ ഭക്തി വരുള്ളൂ. അതിൽ കളങ്കം ഉണ്ടാവാൻ പാടില്ല. അന്യൻ്റെക്കാൾ മീത എൻ്റെയാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് അത് വലിയ അബദ്ധവും. അപ്പം അത് വേണ്ട. ഇത് ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്നത് ജ്ഞാനം ഒട്ടും ഇല്ലാതെ കണ്ടും, പിന്നെ കുറേ ഭാഗവതമൊക്കെ കേട്ട് ജ്ഞാനം കുറേശ്ശെ കിട്ടി. അപ്പോൾ ഭഗവത്പരമായിട്ട് ചെയ്യാൻ സാധിക്കും. എപ്പോഴും മനസ്സിൽ കഷ്ണം നിൽക്കുമ്പോഴും കൂട്ടാൻ വയ്ക്കുമ്പോഴും ഭഗവത് സ്മരണയോട് കൂടിയിട്ട് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് രക്ഷയാണ്. അതേ വേണ്ടൂ. അത് കുറച്ചും കൂടി ഉയർന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അഷ്ടാംഗയോഗങ്ങളൊക്കെ ശീലിക്കാൻ സാധിച്ചു വെച്ചാൽ, യമനിയമാദികൾ, പ്രാണായാമം, അതേപോലെ ധാരണ, ധ്യാനം, സമാധി ഒക്കെ ചെയ്യാൻ സാധിച്ചു വെച്ചാൽ 23 സിദ്ധികളും അർഹതപ്പെട്ടു വെച്ചാൽ ഭഗവാൻ തരും. അപ്പോൾ ഈ ശൂദ്രാവസ്ഥയിലും ബ്രാഹ്മണ്യം കിട്ടും. അതാണ്. പ്രവൃത്തിയൊക്കെ ശൂദ്രൻ്റെ ആവും, പക്ഷേ നമ്മുടെ ഭാവം ബ്രാഹ്മണരായിട്ടും. അതാണ്. അവർക്കും മുക്തിയുണ്ട്. സ്വന്തം കുലത്തിലെ പ്രവൃത്തി ചെയ്താൽ തന്നെ മുക്തിയാണ്. എല്ലാ ദേവീദേവന്മാരും അവരവരുടേതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്, അഷ്ടദിക്പാലകന്മാർ തൊട്ട് 33 ദേവകളും ചെയ്യുന്നത് ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ആജ്ഞയെ പാലിക്കുന്നവരാ. അവരങ്ങനെയാണ് ചെയ്യണമെങ്കിൽ അപ്പോൾ മനുഷ്യന്മാരായിട്ടുള്ള നമ്മൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ അത് തന്നെ ചെയ്യണ്ടേ? അത് ഏത് തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിഭാഗങ്ങളായാലും, ദേവന്മാരായാലും മനുഷ്യന്മാരായാലും പശുവർഗം ആയാലും പ്രാണിവർഗം ആയാലും സസ്യജാലങ്ങളായാലും അവരവരുടെ ധർമ്മം ചെയ്തിട്ടില്ല വെച്ചാൽ എന്താ ഉണ്ടാവുക? സസ്യങ്ങൾ ആഹാരം നമുക്ക് തരണു. സസ്യമില്ലാച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഉണഴിക്കുക? പഴം തിന്നുക എങ്ങനെയാണ്? തണൽ കിട്ടുക എങ്ങനെയാണ്? വിറക് കത്തിക്കുക എങ്ങനെയാണ്? സസ്യങ്ങൾ തന്നെ വേണം. പ്രാണിവർഗ്ഗങ്ങളില്ലാച്ചാൽ ഈ മലിനങ്ങൾ എങ്ങനെയാണ് ഇല്ലാണ്ടാവുക? മാലിന്യങ്ങൾ എത്രയാണ് പ്രാണികൾ ഇല്ലാണ്ടാക്കണത്? അപ്പം അത് ചില പ്രാണികൾ ഉപദ്രവം തരുന്നുണ്ട്, അവർ നമുക്ക് ഇഷ്ടമല്ല, ശരിയാണ്. ഈ പ്രാണിവർഗ്ഗം ഇല്ലാച്ചാൽ മറ്റേ തൈര് എങ്ങനെയാണ് മോരാവുക? നമ്മുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ ഉപയോഗങ്ങൾക്കും അതാതിൻ്റേതായിട്ടുള്ള സാന്നിധ്യം അത് ഉപകാരമായിട്ട് വരും. പ്രാണി ഇല്ലാച്ചാൽ അല്ലെങ്കിൽ പ്രാണിവർഗ്ഗങ്ങളില്ലാച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഈ കഴിക്കുന്ന ആഹാരം തൊട്ട് അതിനെ എടുക്കുന്നതും വേണ്ടാത്തത് പുറത്ത് തള്ളുന്നതും ഒക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഭാഗധേയുണ്ട്. അതുകൊണ്ട് അമ്മ പരിഭ്രമിക്കണ്ട. ഭഗവാൻ കപിലദേവൻ ദേവഹൂതി മാതാവിനോട് പറയാണ്, മനുഷ്യൻ വിശേഷബുദ്ധിയോട് കൂടിയിട്ട് ജനിച്ചത് 10 ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക തന്നെ വേണം. അതിന് പ്രകൃതിയെ ഒന്ന് അറിഞ്ഞാൽ മതി എന്നാ. സാഖ്യയോഗം ഒന്ന് അറിയൂ. എന്താ പ്രകൃതി, എന്താ പുരുഷൻ, ഇതറിഞ്ഞാലേ മുക്തി കിട്ടുള്ളൂ. നമുക്ക് ദേഹമുണ്ട്. ഈ ദേഹം 10 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്നത്, പഞ്ചഭൂതങ്ങളാണ് നിർമ്മിച്ചത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ വിശേഷബുദ്ധിയോട് കൂടിയിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള ഇന്ദ്രിയങ്ങളുള്ള മനുഷ്യൻ വിശേഷബുദ്ധിയോട് കൂടിയിട്ട് ചിന്തിച്ചിട്ടാണ് മനസ്സ് 4ആക്കി തന്നിട്ടുണ്ട്. മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വിശകലനം ചെയ്യാൻ സാധിക്കും. വേണ്ടതിനെ എടുക്കാം, വേണ്ടാത്തതിനെ ഒഴിവാക്കാം.
ബന്ധത്തിനും മോക്ഷത്തിനും കാരണം ഈ മനസ്സാണ്. അപ്പോൾ പ്രകൃതിയും പുരുഷനെയും അറിയുക, ഭഗവാനെ അറിയുക. ഭഗവാൻ ആദ്യം ബ്രഹ്മമാണെന്നറിയുക. ഭഗവാൻ ആദ്യമില്ല, ഇപ്പം ഇല്ല, ശേഷമില്ല. എന്നാൽ ഭഗവാനെ ആദ്യമുള്ളൂ, ഭഗവാനെ ഇപ്പോഴും ഉള്ളൂ, ഭഗവാൻ മാത്രമേ ബാക്കിയാവുള്ളൂ. ബ്രഹ്മത്തിൻ്റെ അവസ്ഥ നിത്യമാണ്, സത്യമാണ്. ഈ ഭഗവാനിലാണ് ഈ പ്രകൃതി നിൽക്കുന്നത്. ഈ വിരാട് പുരുഷനായിട്ട് ഭഗവാൻ തന്നെയാണ്. നമ്മിൽ ഓരോരുത്തരും സമഷ്ടിയായിട്ടും വ്യഷ്ടിയായിട്ടും ഭഗവാന്റെ സാന്നിധ്യമാണ്. അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ട് ഭഗവാൻ എല്ലാം അറിയണു, എല്ലാം ചെയ്യണു, എല്ലാം ചെയ്യിക്കണു. ഈ ജീവൻ ബ്രഹ്മാംശം, ജീവാത്മാവ് പരമാത്മാവിൻ്റെ അംശ, അതറിയണം. അതിന് പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപാധിയായിട്ടാണ് ഈ ശരീരത്തെ തന്നത്. അപ്പോൾ അതിന് ഈ ജാതിഭേദങ്ങളൊന്നും അവിടെ വിഷയമല്ല, പ്രായം വിഷയമല്ല. എന്നാൽ ഇതൊക്കെ ഇല്ല, ഇതൊക്കെ ഉണ്ട്. സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, എല്ലാ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷേ അത് അതാതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനാണ്. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്ഥം സൂക്ഷ്മാംഗം ഭോഗസാധനം. അപ്പോൾ ഇത് ഈ പഞ്ചപ്രാണങ്ങളോട് കൂടിയിട്ട്, അല്ലെങ്കിൽ 10 പ്രാണങ്ങളോട് കൂടിയിട്ട്, മനസ്സും ബുദ്ധിയോടും കൂടിയിട്ട്, 10 ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ട്, ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചതായിട്ടുള്ള ഈ സൂക്ഷ്മ ശരീരം അത് ഭോഗസാധനമാണ്, ഉപാധിയാണ്. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കണം, പ്രവൃത്തി ചെയ്യണം, ഒക്കെ വേണം, എന്നാലേ പ്രാരബ്ധം തീരുള്ളൂ. പക്ഷേ അതിൽ സാത്വികത കൂട്ടണം. പരോപകാരം, മര്യാദ, സൗശീല്യം, വിനയം, ക്ഷമ, സന്തോഷം എന്നിവ സദാ വിദ്യാപരിണതം ഫലം. അപ്പോൾ ഇത് മുഴുവൻ അറിഞ്ഞ് ആ ലോകോപകാരമായിട്ട് നമ്മുടെ പ്രവൃത്തികൾ മര്യാദയോട് കൂടിയിട്ട്, നല്ല ശീലത്തോടു കൂടിയിട്ട്, വിനയത്തോടു കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ട്, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട്, ഇങ്ങനെ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുന്നതിനെയാണ് വിദ്യ എന്ന് പറയുക. അല്ലെങ്കിൽ വിദ്യ സ്വീകരിച്ച ഒരാൾക്ക് ഇതൊക്കെ ഉണ്ടാവുക. ഈ കാര്യമായിട്ടുള്ള ഈ ശരീരം, കാരണമായിട്ടുള്ള ഈ ഇന്ദ്രിയം, അപ്പോൾ നമ്മളെങ്ങനെയാണ് കർത്താവുക? ഇവിടെ മനസ്സ് ഒരു കർത്താവുക. ചെയ്യുന്നതാരാ? ശരീര. ചെയ്യിക്കുന്നതോ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ്. പ്രേരിപ്പിക്കുന്നതോ മനസ്സാണ്. ഇങ്ങനെ മനസ്സിൻ്റേതായിട്ടുള്ള ബാക്കികൾ, കാമബാക്കികൾ, ആഗ്രഹബാക്കികൾ, അത് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാവുമ്പോഴേ പ്രാരബ്ധം തീരുള്ളൂ. ഈ സുഖവും ദുഃഖവും സ്വീകരിക്കുക തന്നെ വേണം. അതിന് പ്രവൃത്തി അല്ലാണ്ട് വേറെ മാർഗമില്ല. ആ പ്രവൃത്തിയിൽ നിന്നും വിട്ടിട്ട് നിവൃത്തി മാർഗത്തിലെത്തണം. കാരണം ഈ പ്രവൃത്തിക്കൊക്കെ സുഖദുഃഖങ്ങൾ കിട്ടുന്നത് ശരീരത്തിന്, അത് പുണ്യപാപമായിട്ട് ജീവനെ ബാധിക്കും. അപ്പോൾ പുണ്യപാപമായിട്ട് ജീവനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവൃത്തി മാർഗത്തെ നിവൃത്തി മാർഗമാക്കണം. പ്രവൃത്തി മാർഗത്തിന് ഫലസ്വീകാരമുണ്ട്, നിവൃത്തി മാർഗത്തിന് ഫലം സ്വീകരിക്കുന്നില്ല. അത് ഭഗവാന് കൊടുക്കുകയാണ്. പരോപകാരാർത്ഥം ഇതം ശരീരം. അപ്പോൾ ഈ ശരീരം കൊണ്ടുള്ള ഉപയോഗം, പ്രാരബ്ധം തീർക്കൽ, ജീവൻ ശുദ്ധി, ജീവനെ ശുദ്ധനാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ദേഹം സ്ഥൂലരൂപമായിട്ടും സൂക്ഷ്മരൂപമായിട്ടും കാരണദേഹമായിട്ടും 3 തരത്തിൽ കിട്ടും. ഇത് പ്രപഞ്ചത്തിന് ആവശ്യമാണ്. ഈ ജീവൻ്റെ സന്ധാരണത്തിന്, ജീവന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ 3 ഉപയോഗിച്ചേ പറ്റൂ. സ്ഥൂലരൂപം, സൂക്ഷ്മരൂപം ഭഗവാനുണ്ട്. പിന്നെ ഭഗവാന് വേറെ രൂപങ്ങളില്ല. ആ രൂപത്തെ നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ പ്രപഞ്ചമാകുന്ന ഈ സ്ഥൂലരൂപത്തിലെ ഓരോന്നും ഈശ്വരനാണ്. എത്ര ചെറുതും എത്ര വലുതും. അണോരണീയാൻ മഹതോ മഹീയാൻ. അതുപോലെ സത്തും അസത്തും ഭഗവാനാണ്. ചരവും അചരവും ഭഗവാനാണ്. സ്ഥാവരജംഗമങ്ങൾ ഭഗവാനാണ്. നമ്മൾ ജീവനില്ല എന്ന് വിചാരിക്കുന്ന കല്ലും ഭഗവാനാണ്. അതിൽ ജീവനുണ്ട്. അതിലൊരു ബിംബം കൊത്തിയാൽ ജീവനായില്ലേ? നമ്മൾ ആവാഹിച്ച് തേജസ്സ കൊടുത്ത ജീവനായി. അപ്പോൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. നമ്മളെല്ലാവരും കൂടിയിട്ട് ഭഗവാനെ ചെന്ന് കണ്ടു. മണ്ണ് കൊണ്ടൊരു ബിംബം ഉണ്ടാക്കി.
ആ ബിംബം ഭഗവാന്റെ രൂപത്തിലുണ്ടാക്കി പൂജിച്ചു വെച്ചാൽ ആ മണ്ണിന് ജീവനായി. ഗംഗാദേവിയിൽ നമ്മൾ ആരതി അർപ്പിക്കണു, പൂജ കൊടുക്കണു, ആ ജലം ദേവതയായി. ഒരു പാത്രത്തിൽ, ഒരു കലശത്തിൽ ജലം എടുത്തു, ആവാഹിച്ചു, കലശപൂജ നടത്തി അതിനെ ഭഗവാൻ അഭിഷേകം ചെയ്യണു, ആ ജലത്തിന് ജീവചൈതന്യമായി. അപ്പം ഇങ്ങനെ എല്ലാറ്റിലും ഈശ്വരനുണ്ട് എന്ന് കാണാൻ സാധിക്കുമ്പോഴാണ് ഈ പഞ്ചഭൂതങ്ങളും പഞ്ചവിഷയങ്ങളും 10 ഇന്ദ്രിയങ്ങളും 4 അന്ധകരണങ്ങളും 24 തത്വത്തോട് കൂടിയിട്ടുള്ള ഈ പ്രകൃതി, അതുതന്നെയാണ് ഈ ശരീരം. അതിന് അതാത് കാലത്ത് ഈ ദേഹത്തോട് കൂടിയിട്ട് ചേർന്ന് സസ്യജാലങ്ങളായാലും പ്രാണിവർഗ്ഗങ്ങളായാലും തിര്യക് ജാതി പശുവർഗ്ഗങ്ങളായാലും മനുഷ്യനായാലും ദേവനായാലും പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ. ഫലം സ്വീകരിക്കാതെ കണ്ട് നിവൃത്തിമാർഗമാക്കി കഴിഞ്ഞാൽ മുക്തിയായി. അപ്പോൾ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ല. എല്ലാ തത്വങ്ങളും ഭഗവതർപ്പിതമായിട്ട് ചെയ്യാനുള്ള വിശേഷബുദ്ധി മനുഷ്യന് കൊടുത്തു. അതുകൊണ്ട് മനുഷ്യന് വേണ്ടിയിട്ട് ഈ കപിലോപദേശം പറയണു എന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതിയുടെ നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണ് ഭഗവാൻ. ബ്രഹ്മാണ്ടം അത് ഉണ്ടാക്കാൻ ആദ്യം ഭഗവാൻ ഒരു അണ്ഡമായിട്ട് 1000 കൊല്ലം കിടന്നു എന്നാണ് പറയണം, കാരണജലത്തിൽ. അപ്പോൾ അതിൽ തത്വങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാൻ. ഈ പഞ്ചഭൂതങ്ങളും പഞ്ചവിഷയങ്ങളും 10 ഇന്ദ്രിയങ്ങളും 4 അന്ധകരണങ്ങളും 108 തത്വമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ 121 തത്വമുണ്ട്. ഈ 121 തത്വങ്ങളും ഭഗവാൻ ഉണ്ടാക്കി തമ്മിൽ യോജിക്കണില്ല. പഞ്ചഭൂതങ്ങൾ യോജിച്ചാലേ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ശരിയാവുള്ളൂ. അപ്പോൾ തീയും വെള്ളവും കൂടി യോജിക്കണില്ല. കാറ്റും ആകാശവും തീയും മണ്ണും ഇതൊക്കെ കൂടിയിട്ടൊരു ബന്ധം ഉണ്ടാവണ്ടേ. പകുതിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചേരുവകൾ വേണ്ട രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ കൂട്ടിയാൽ പറ്റില്ല. ദേവതകൾ, എല്ലാറ്റിനും അധിഷ്ഠാന ദേവതകളുണ്ട്, അത് ഓരോ തത്വമാണ്. അപ്പോൾ അതും കൂടി ചേരണില്ല, പ്രപഞ്ച സൃഷ്ടി നടക്കണില്ല. ഭഗവാനോട് പറഞ്ഞു, ഇത് നേരാവണില്ല, ഞങ്ങളെ കൂട്ടിയാൽ പറ്റുന്നില്ല എന്ന് ദേവതകൾ. ഈ പ്രകൃതി തത്വത്തിൽ മഹത്തത്വം ഭഗവാൻ അതിൽ ചേർത്തു വന്നു. അപ്പോൾ 2ആയി. അതിൽ ത്രിഗുണം ചേർത്തപ്പോഴാണ് ഈ വിക്ഷോഭണമൊക്കെ ഉണ്ടായത്. അപ്പോൾ 3 തത്വം, ഇപ്പോൾ 2, 3, 5ആയി. സപ്തധാതുക്കൾ, അതുകൊണ്ടാണ് ഈ ശരീരം. അപ്പോൾ അത് 7ആയി. ഇപ്പോൾ 7, 3, 10, 2, 12ആയി. അന്ധകരണം 4 എണ്ണം, ദേവത 14 എണ്ണം, പ്രാണൻ 10, ഇന്ദ്രിയം 10, വിഷയം 5, ഭൂതം 5, ജീവൻ 1, കാലം 1, ശരീരം 1, കാരണം 1, കർമ്മം 1, സ്വഭാവം 1, ലിംഗം 1, കോശം 1, അവസ്ഥാത്രയം, ചതുഷ്ടയം 4, ധർമാർത്ഥകാമ മോക്ഷങ്ങൾ, ഭക്തി, ജ്ഞാനം, വൈരാഗ്യം 3 മാർഗങ്ങൾ, ഉപാസന 23 സിദ്ധികൾ, 8 ഐശ്വര്യങ്ങൾ, 9 ശക്തികൾ, ഭഗം 6 എണ്ണം. എല്ലാ തത്വങ്ങളും കൂടി 121 തത്വങ്ങളുണ്ട്. ഇത് യോജിക്കണില്ല. അപ്പോൾ ഈ അധിഷ്ഠാന ദേവതകൾ ഭഗവാനെ ഭജിച്ചു നല്ലോണം, നല്ല സ്തുതിയാണ്. ഭഗവാന്റേതായിട്ടുള്ള തന്ന ഓരോന്നിനെയും ഭഗവാൻ ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ രീതിയിലൊക്കെ ചേർത്ത് നോക്കി. ഒന്നും ചേരണില്ല. ബ്രഹ്മാണ്ടമായിട്ട് ഭഗവാൻ വിരാട്ടാവുന്നതിന് മുന്നേ ഇവർ അവരവരുടേതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു നോക്കി. അതാത് ദേവതകൾ ഈ അണ്ടത്തിനെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചു, നടക്കണില്ല. അഗ്നി വാക്കേന്ദ്രിയത്തോട് കൂടിയിട്ട് വായുവിൽ പ്രവേശിച്ചു, ആയില്ല. വായു ഘ്രാണേന്ദ്രിയത്തോട് കൂടിയിട്ട് മൂക്കിൽ പ്രവേശിച്ചു. സൂര്യൻ ചക്ഷുഷേന്ദ്രിയത്തോട് കൂടിയിട്ട് കണ്ണിൽ പ്രവേശിച്ചു. ദിഗ്ദേവത ശ്രോത്രേന്ദ്രിയത്തോട് കൂടിയിട്ട് കാതിൽ പ്രവേശിച്ചു. ഓഷധികൾ രോമത്തോട് കൂടിയിട്ട് ത്വക്കിൽ പ്രവേശിച്ചു. ജലദേവത വരുണൻ വീര്യത്തോട് കൂടിയിട്ട് ശിശ്നത്തിൽ ഉപസ്ഥത്തിൽ ചേർന്നു. മൃത്യുദേവത അപാനനോട് കൂടിയിട്ട് ഗുദത്തിൽ വായുവിൽ ചേർന്നു. ഇന്ദ്രൻ ബലത്തോടു കൂടിയിട്ട് കയ്യിൽ പ്രവേശിച്ചു.
വിഷ്ണു സഞ്ചാരത്തോടു കൂടിയിട്ട് കാലിൽ പ്രവേശിച്ചു. നദികൾ രക്തത്തോടു കൂടിയിട്ട് നാഡിയിൽ ഞരമ്പിൽ പ്രവേശിച്ചു. സമുദ്രം വിശപ്പ് ദാഹം എല്ലാം കൂടിയിട്ട് ഉദരത്തിൽ പ്രവേശിച്ചു. ഹൃദയത്തിൽ മനസ്സോടു കൂടിയിട്ട് ചന്ദ്രൻ പ്രവേശിച്ചു. ഹൃദയത്തിൽ ബുദ്ധിയോടു കൂടിയിട്ട് ബ്രഹ്മാവ് പ്രവേശിച്ചു. ഹൃദയത്തിൽ അഹങ്കാരത്തോടു കൂടിയിട്ട് രുദ്രൻ പ്രവേശിച്ചു. പക്ഷേ ഈ അണ്ടമുണ്ടല്ലോ, ബ്രഹ്മാണ്ടം, അത് ഉണർന്നില്ല. അപ്പോഴാണ് ഭഗവാൻ ക്ഷേത്രജ്ഞനായിട്ടുള്ള ഈ ആത്മാവ് ചിത്തത്തോടു കൂടിയിട്ട് ഹൃദയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ വിരാട് പുരുഷനായിട്ട് ഈ ബ്രഹ്മാണ്ടം ഉണർന്നു. അപ്പോൾ ആത്മസാന്നിധ്യമില്ലെങ്കിൽ, ഭഗവാന്റെ ഈ ചൈതന്യമില്ലെങ്കിൽ, ഈ സത്ത അതിൽ ചേർത്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ തത്വങ്ങളും പ്രവർത്തിക്കാൻ കഴിയാതെ കണ്ട് നിൽക്കും. ഈ സത്താണ്ട് പോയി കഴിഞ്ഞാൽ ജീവൻ പോയി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ശരീരം ജഡമായി, അല്ലെങ്കിൽ ജഡവസ്തുവാണ്. ഭഗവാൻ ഇതിൽ പ്രവേശിച്ചപ്പോഴാണ്, ചൈതന്യത്തെ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇത് പ്രവർത്തിക്കാറായത്. ഈ തത്വമാണ് അറിയേണ്ടത്. ആ വാസുദേവനെയാണ്, ചിത്തത്തിലെ ക്ഷേത്രജ്ഞനായിട്ട് പ്രവേശിച്ച ആ വാസുദേവനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. അന്തര്യാമിയായിട്ട്, സാക്ഷിയായിട്ട് ഭഗവാൻ എല്ലാ ദിക്കിലുമുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട്. ആ പ്രകാശമാണ് നമ്മളെപ്പോഴും ഈ പ്രകാശത്തോടു കൂടി ഇരിക്കുന്നത് ഈ ചൈതന്യമാണ്. അപ്പോൾ ആ ചൈതന്യത്തിനെ നമ്മളെന്ത് വേണം? ആരാധിക്കുക തന്നെ വേണം. ഇങ്ങനെ സാഖ്യയോഗത്തെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പ്രപഞ്ച തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ താത്വികമായിട്ട് 121 തത്വങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ സ്വീകരിച്ചതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ അംശമായിട്ടുള്ള സെയിം ടു സെയിമാണ്. അംശം കുറച്ചേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു ശർക്കര ചാക്കിന്ന് ഒരു ശർക്കര ചാക്കായിട്ട് മാറി നമ്മൾ. ആ ചാക്കിന്ന് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് പഞ്ചസാര ഈ ശർക്കര പായസത്തിലിടുമ്പോൾ പായസത്തിന് മധുരം കൊടുക്കുന്നത് ഞാനാണല്ലോ. ഞാനാണ് ഈ പായസത്തിന് മധുരം കൊടുക്കുന്നത് എന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞു. അങ്ങനെ തോന്നിയാൽ മതി എന്നാ. ഞാനാണ് ഇവിടെ അതുണ്ടാക്കിയത് ഇതുണ്ടാക്കിയത്, ഞാൻ കാരണം കൊണ്ടാണ് ഈ പെര നിൽക്കുന്നത്, ഗൗളി ഉത്തരം താങ്ങണ മട്ടായാൽ കഴിഞ്ഞു. ഞാൻ ചെയ്യുന്നു എന്നുള്ള തോന്നലുണ്ടാവരുത്. ഇത് ഭഗവാൻ പോലും അങ്ങനെ വിചാരിക്കുന്നില്ല. അതാണ്. അപ്പോൾ ഭഗവത് അംശമായിട്ടുള്ള ഈ ജീവാത്മാവ് നമ്മളങ്ങനെ കരുതാൻ പാടുമോ? സൂര്യൻ ജലത്തിൽ പ്രതിഫലിക്കും പോലെ വ്യത്യസ്തങ്ങളായിട്ട് കാണണമെന്നാ. പക്ഷേ ഇതൊന്നും ആ സൂര്യനെ ബാധിക്കണില്ല. എന്ന കൂട്ടത്തിൽ ഭഗവാൻ നമ്മിൽ ഓരോരുത്തരിലുള്ള കഴിവുകൾ കുറച്ചും കൂടുതലുമായിട്ട് തന്നുണ്ട്. അപ്പോൾ കുറച്ചുള്ള ആളെ കൂടുതലുള്ള ആൾ കളിയാക്കിയിട്ട് കാര്യമില്ല. കളിയാക്കിയാൽ അയാളുടെ ആ ജീവിതം നഷ്ടമായി, അത്രേ പറയാനുള്ളൂ. ഏറ്റവും ചെറുതിനെയാവും ചിലപ്പോൾ നല്ലോണം ഇഷ്ടപ്പെടുക, വേണ്ടി വരിക. നമ്മൾ കൂട്ടാൻ ധാരാളം വെച്ചു, അതിൽ ഉപ്പ് കുറച്ചേ വേണ്ടൂ. പക്ഷേ പഞ്ചാര പായസം വയ്ക്കുമ്പോൾ അങ്ങനെയല്ല, പഞ്ചാര കൂടുതൽ വേണം. ആ കുറച്ചുള്ള ഉപ്പിനെ ഉപ്പ് എന്തിനാ എന്നും പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് കാര്യമില്ല. പഞ്ചസാരയ്ക്ക മേന്മ എന്ന് പറഞ്ഞിട്ട് സ്വാദും പഞ്ചാരയ്ക്കാണല്ലോ. അപ്പോൾ പഞ്ചാരയാണ് കേമം വിചാരിച്ചിട്ട് അത് കൂടുതൽ കഴിച്ചാൽ പറ്റില്ല, ഉപ്പ് കഴിക്കാഞ്ഞാൽ പറ്റില്ല, ആൾ മരിച്ചു. ആ ഉപ്പിന് ഉപ്പിൻ്റെ വില ഉണ്ട്. അത് കണക്കാക്കാഞ്ഞാൽ അത് നഷ്ടം തന്നെയാവും. അതേപോലെ ഓരോന്നും നമ്മൾ നല്ലോണം മനസ്സിരുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഭഗവാങ്കൽ എത്താൻ സാധിക്കുള്ളൂ. ഭഗവാനെ നമ്മൾ ഈ ഊർജം തരുന്നതായിട്ടുള്ള പ്രവർത്തന ഊർജം, മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് അറിവും കഴിവും ഒക്കെ തരുന്നുണ്ടല്ലോ, അത് ഈശ്വരനാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക, ചെയ്യണം. ശരീരം പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ സാഖ്യയോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഉത്തരവാദി താനല്ല, സൂര്യനാണ് നമുക്ക് ഊർജ്ജവും പ്രകാശമൊക്കെ തരണതേ. അത് വിചാരിച്ച് സൂര്യനാണ് അത് ചെയ്യണമെന്നുള്ളത് സൂര്യൻ വിചാരിക്കണില്ല. എന്ന കൂട്ടത്തിൽ വെള്ളം കുടിച്ചില്ല വെച്ചാൽ നമ്മൾ മരിക്കും. പക്ഷേ വെള്ളം അതാണെന്ന് വിചാരിക്കണില്ല. വായു ശ്വസിക്കാൻ പറ്റിയില്ല വെച്ചാൽ നമ്മൾ മരിക്കും. പക്ഷേ വായു അത് വിചാരിക്കണില്ല, ഞാനാണത് ചെയ്യണത്. എന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ
ഞാൻ ചെയ്യണു എന്ന് വിചാരിക്കണ്ട. നമ്മളെ കൊണ്ട് ചെയ്യിക്കണു. ചട്ടുകം പോലെ കണക്കാക്കിയാൽ മതി. ഞാൻ ഈ ദേഹമാണ് എന്ന് തോന്നരുത്. ഞാൻ ഈശ്വരാംശമാണ്, ജീവനാണ്, ബ്രഹ്മാംശമാണ്, പരമാത്മാംശമായിട്ടുള്ള ജീവാത്മാവാണ് എന്ന് തോന്നണം. അപ്പോഴാണ് എനിക്ക് എന്താ വേണ്ടത്, എൻ്റെ ഈ ശരീരത്തിന് എന്താ വേണ്ടത് വെച്ചാൽ അതേ എനിക്ക് വേണ്ടു. എനിക്കെന്താ വേണ്ടത്, ജീവൻ എന്താ വേണ്ടത്, അറിവാണ് വേണ്ടത്. എങ്ങനെ അറിവ് വേണ്ടത്? ഭഗവാനെ അറിയുകയാണ് വേണ്ടത്. അപ്പോൾ ഭഗവത്വത്തെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഈ കർമ്മയോഗം വരും. അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് ദൈഹികമായിട്ടുള്ള കർമ്മങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദേഹാർത്ഥമായത് അങ്ങനെ ചെയ്തോളുക. ആത്മാർത്ഥമായത് ഈ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് സ്വീകരിക്കുക. അത് ശീലമായിട്ട് ചെയ്യണം. അഷ്ടാംഗയോഗം ശീലിക്കുന്ന ശിഷ്യന്മാരോട് ഗുരുക്കന്മാർ പറയാറുണ്ട്, യമനിയമം ആദ്യം 24 നല്ലോണം പാലിക്കൂ, എന്നാലാണ് പ്രാണായാമം തൊട്ടുള്ളതൊക്കെ ചെയ്യാൻ സാധിക്കൂ. ആദ്യമേ തന്നെ പ്രാണായാമം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. സത്യം പറയണം, അസത്യം പറയരുത്, അങ്ങനെ കുറേ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ആദ്യം പറയും, അത് നമുക്ക് അപ്പോൾ പറയാം. സത്യം, അസ്തേയം തൊട്ടുള്ള കാര്യങ്ങൾ. ഭഗവാനെ അറിയാൻ വേണ്ടി ശ്രമിക്കൂ. ഭഗവാന്റെ ലീലകളെ അറിയൂ. ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ, ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച പൂതനാമോക്ഷം തൊട്ടുള്ള കഥകൾ മുഴുവനെ സ്മരിക്കൂ. ശ്രീരാമനായിട്ട് ജനിച്ച് രാവണനെ വധിച്ച് സീതയെ ഉപേക്ഷിച്ച് രാജ്യം ഭരിച്ച് അതി ആപത്താണെന്ന് കാണിച്ചില്ലേ? ശ്രീരാമനെ ഭജിക്കൂ, വാമനനെ ഭജിക്കൂ, പൃഥു മഹാരാജാവിനെ അറിയൂ, ഭജിക്കൂ. പൃഥു ഇല്ലാച്ച ഭൂമിയിൽ ഇങ്ങനെ വാസയോഗ്യമാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഓരോരുത്തരും, മനു ആയാലും ശരി, നാരദ മഹർഷി ആയാലും ശരി, ഒക്കെ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ അറിയുമ്പോഴേ നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കുള്ളൂ, ജ്ഞാനം വളർത്താൻ സാധിക്കുള്ളൂ, ചിത്തവൃത്തി നിരോധം സാധിക്കുള്ളൂ. നാമം ജപിക്കൂ, ഭഗവാന്റെ ലീലകളെ അറിയൂ, ആത്മാവിനെ അറിയൂ. ഇച്ഛാജ്ഞാന ക്രിയാശക്തിയോട് കൂടിയിട്ട് ഭഗവത് അനുഗ്രഹമായിട്ട് ഈ ശരീരത്തെ ഉപയോഗിക്കൂ. ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കൂ പ്രവൃത്തിയും ഫലവും. പരമാത്മാവിൻ്റെ ഇച്ഛയാണ് ഈ പ്രകൃതി. അത് സങ്കല്പമാത്രം കൊണ്ടാണ് ഉണ്ടായത് എന്ന കൂട്ടത്തിൽ നമ്മളും പലതും സങ്കല്പിക്കൂ. സങ്കല്പിക്കുന്നത് പോസിറ്റീവ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് പ്രവൃത്തി ചെയ്യാൻ സാധിക്കുക. ഈ അതിമഹത്തായിട്ടുള്ള ഈ ജീവ അംശം ജാഗ്രതത്തിൽ നല്ലോണം പ്രവർത്തിക്കുക തന്നെ വേണം. ഉറക്കത്തിൽ ഒന്നും അറിയില്ല, പക്ഷെ അപ്പോഴും സാക്ഷിയായിട്ട് ഭഗവാൻ ഈ ജീവനെ ശരീരത്തിൽ തന്നെ സൂക്ഷിക്കുന്നു. മരിച്ചു പോണില്ല നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് വല്ല വികൃതികളുണ്ടായാൽ ആ സ്വപ്നം വരിക. ആ സ്വപ്നം നമ്മളെ കൊടുക്കും. ഉണർന്നു കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിലുള്ളതൊക്കെ മിഥ്യയാണ് എന്ന് തോന്നും. അതേപോലെ ഈ ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിൽ നിന്നുള്ളത് മുഴുവൻ ഇത് സ്വപ്നമായിട്ടേ കണക്കാക്കാവൂ. ജീവനെ ബാധിക്കുന്നില്ല, ശരീരമാണ്, ദേഹാർത്ഥമാണ് എന്ന് കണക്കാക്കണം. അങ്ങനെ ഈ പ്രകൃതിയിൽ പെട്ടതായിട്ടുള്ള നമ്മൾ ഷീയാണ്. ഇത് പുരുഷനായിട്ടുള്ള ഹീയിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹീ ഒറ്റയ്ക്ക് നിൽക്കും, ഷീ ഒറ്റയ്ക്ക് നിൽക്കില്ല. ഷീക്ക് ഹീയുടെ ഒരു സപ്പോർട്ട് വേണം, ഇല്ലെങ്കിൽ കിട്ടില്ല, കൂടെ നിൽക്കണം. സൂര്യൻ്റെ കിരണം പോലെ, അഗ്നിയുടെ ചൂട് പോലെ, ജലത്തിൻ്റെ രസം പോലെ, ഭൂമിയുടെ ഗന്ധം പോലെ നമ്മൾ വേറിട്ട് നിൽക്കാതെ കണ്ട് തന്നെ ഒപ്പം നിൽക്കണം. എന്നുവെച്ചാൽ നമ്മൾ താഴെ, ഭഗവാൻ മീതെ, സൂര്യൻ മീതെ, രശ്മി താഴെ. നമുക്ക് സൂര്യനെ വേണ്ട, സൂര്യൻ്റെ രശ്മി വേണ്ടൂ. അതേപോലെ ഭഗവാന് നമ്മളെ വേണ്ട. ഈ പ്രപഞ്ചം നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട നമ്മൾ നമ്മുടെ പ്രവർത്തികളെ കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, പ്രകൃതിയെ ആരാധിക്കേണ്ടത്. നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാലാണ് ആഹാരം കിട്ടുള്ളൂ. തെങ്ങ് വയ്ക്കണം, നെല്ല് ഉണ്ടാക്കണം, വാഴ വയ്ക്കണം, ആഹാരം വേണ്ടേ? അത് ഭഗവാൻ തരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കാര്യമില്ല. ആരും തരില്ല. ആരെങ്കിലും വെച്ചാലേ നമുക്ക് കിട്ടുള്ളൂ എന്നർത്ഥം. ഒപ്പം ഭാഗവതം വായിക്കുകയും വേണം. നമ്മിലാണ് ഈ ഭഗവാൻ ഉള്ളതേ, നമ്മിലാണ് ഈ ലക്ഷ്മി ഇരിക്കുന്നതേ, നമ്മുടെ മുഖത്താണ് സരസ്വതി ഇരിക്കുന്നതേ.
നമ്മുടെ അർത്ഥ ശരീരമാണ് നമ്മളെ രക്ഷിക്കുന്ന പാർവതി ഇരിക്കുന്നതേ. പവതീതി പാർവതി എന്നാണ്. ഈ നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾ അർത്ഥാംഗിനിയായിട്ടാണ്. അത് പകുതി പകുതിയായിട്ട് വരച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പകുതി ഈ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ശക്തി രൂപിണിയായിട്ട് പാർവതി ഇരിക്കുന്നുണ്ട്. ആ പാർവതിയാണ് നമ്മളെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാർവതി പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കണം. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഒരംശം മാത്രമാണ്. സമുദ്രത്തിലെ തിരമാല പോലെ പർവ്വതത്തിൽ നിന്നുണ്ടാകുന്ന ഈ നദി ഈ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്ന പോലെ ഈ ജീവാത്മാക്കൾ മുഴുവൻ ഈ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഒരു പാറക്കല്ല് ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീണ് 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 ഉരുണ്ട് നദിയിലൂടെ സമുദ്രത്തിലേക്ക് എത്തുമ്പോഴേക്കും മണലായിട്ട് മാറും. ഒടുക്കാ മണലും കാണില്ല. സമ്പൂർണ്ണ ലയാണ്. ഒന്നും കാണില്ല. പിന്നെ സ്വത്തും പോലും കാണില്ല. ഇങ്ങനെ നമ്മൾ മുക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കണം. ഇങ്ങനെ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ ഭഗവാങ്കൽ നമുക്ക് ലയിക്കാൻ സാധിക്കുള്ളൂ. നല്ലതും ചീത്തയും നമ്മൾ അറിയണം. പക്ഷേ ഈ നല്ലതും ചീത്തയും സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവത്തിലാണ് മാറിക്കോളും. അതായിട്ട് മാറിക്കോളും. ഈ ജീവനെ ഇതൊന്നും ബാധിക്കണില്ല. ബ്രഹ്മത്തെ ഇതൊന്നും ബാധിക്കണില്ല. യഥാർത്ഥത്തിലുള്ള ഭഗവാനെ അറിഞ്ഞ് തന്നെ ഉപാസിക്കണം. ഉപാസനയാണ് കർമ്മം. കർമ്മം ചെയ്ത് കർമ്മം നമ്മളെ ഉപേക്ഷിച്ച് പോകണം. കർമ്മവാസന പോലും നശിക്കണം. എപ്പോഴും സകലസ്വരൂപ ധ്യാനത്തോട് കൂടിയിട്ട് കർമ്മം ചെയ്ത് കർമ്മം നമ്മളെ ഉപേക്ഷിച്ച് പോകണം. ഇങ്ങനെ കർമ്മയോഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അഷ്ടാംഗയോഗം ചെയ്ത് ശീലിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള ഈ ഐശ്വര്യങ്ങൾ 23 സിദ്ധികൾ ഭഗവാൻ നമ്മളോട് ഇങ്ങോട്ടെടുത്തോളാൻ പറയും. നമുക്കപ്പോൾ ആ സമയത്ത് വേണ്ടാന്നും തോന്നും. 23 സിദ്ധികൾ നമുക്ക് കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരത്തിനെ കൊണ്ട് അത് ഉപയോഗിച്ച് കാശുണ്ടാക്കാനല്ല. മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഊർധ്വലോകങ്ങളിൽ കുടുങ്ങാതെ കണ്ട് സ്വർഗത്തിലായാലും മഹർലോകത്തിലായാലും ജനലോകത്തിലായാലും സത്യലോകത്തിലായാലും തപോലോകത്തിലായാലും അവിടെ കുടുങ്ങാതെ കണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് 23 സിദ്ധികൾ. ആ രീതിയിലാണ് ഭഗവാൻ അതിനെ പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ യമം 10 ആയാലും നിയമം 10 ആയാലും ഈ ആസനം ഇരിപ്പുറപ്പ് നല്ലോണം ചെയ്ത് പ്രാണായാമാദികളെല്ലാം ചെയ്ത് പ്രത്യാഹാരം ഇന്ദ്രിയ നിയന്ത്രണങ്ങളൊക്കെ ചെയ്ത് ധാരണയോട് കൂടിയിട്ട് പ്രാണനെ അതാത് അംഗങ്ങളിൽ മൂലാധാരം തൊട്ട് മുകളിലേക്ക് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മം ഇങ്ങനെ ക്രമേണയായിട്ട് മുകളിലേക്ക് ഉയർത്തണം. ധ്യാനം ചെയ്ത് സമാധിയിലൂടെ സമാധി തുല്യത വരുത്തുക. എന്നിട്ട് ഭഗവാങ്കൽ ലയിക്കുക. അതിന് ഈ അണിമയായാലും മഹിമയായാലും ലഘിമയായാലും ഗരിമയായാലും പ്രാപ്തിയായാലും പ്രാകാശ്യമായാലും ഈശിത്വമായാലും വശിത്വമായാലും കാമാവസായതയായാലും ഈ 8 ഐശ്വര്യങ്ങളും ഭഗവാനാൽ നമുക്ക് തരപ്പെടും. അങ്ങനെ ഭഗവാങ്കൽ നമ്മളെ ചേർക്കുക തന്നെ ചെയ്യും. അതിന് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചാൽ മതി. ആ രൂപത്തെ വിസ്തരിച്ച് പറയുകയാണ്. നമുക്ക് ആ രൂപത്തെ ഒന്ന് കേൾക്കാം. അത് അടുത്തതിൽ കേൾക്കാം. 28-ാമത്തെ അധ്യായം അഷ്ടാംഗയോഗത്തോട് കൂടിയിട്ട് പ്രാണായാമം ചെയ്തുകൊണ്ട് ധ്യാനത്തിൽ ഭഗവാന്റെ രൂപത്തെ സ്വീകരിക്കൂ, രൂപത്തെ അറിയൂ എന്ന് തൊട്ടിട്ടാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഗർഭഗീതയൊക്കെ പറയണത്. നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മുന്നിലും പിന്നിലും കൃഷ്ണ. നമിപ്പോ ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.